ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദിയ കൃഷ്ണയുടെ ഓഫീസിൽ നടന്ന QR കോഡ് തട്ടിപ്പ് കേസ്. അവിടെ ഉണ്ടായിരുന്ന 3 പെൺകുട്ടികൾ ആ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പണം പറ്റിച്ചു. എന്നുവെച്ചാൽ QR കോഡ് മാറ്റി അവരുടെ QR കോഡ് കൊടുത്ത് പണം പറ്റി. നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ എന്ന് പറഞ്ഞാൽ ഏത് കേസ് വന്നാലും രാഷ്ട്രീയം നോക്കിയിട്ട്, അയാളുടെ രാഷ്ട്രീയം എന്താണെന്ന് നോക്കിയിട്ട് പ്രതികരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ കൃഷ്ണകുമാറിന്റെ വിഷയം വന്നപ്പോഴും കൃഷ്ണകുമാറിന്റെ രാഷ്ട്രീയം എന്താന്ന് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൃഷ്ണകുമാറിനെതിരായിട്ടുള്ള ഒരു ട്രെൻഡ് വന്നു. ഉണ്ണിമോഹന്റെ കേസ് വരുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ കേസ് വരുമ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവര് കുറ്റം ചെയ്തു എന്നുള്ള ഭാവത്തിൽ അവരെ ആദ്യത്തെ ഒരു ഇതിൽ പെട്ടെന്ന് അവരെ അങ്ങ് അടിച്ചു താഴ്ത്തുന്ന. ഉണ്ണിമോഹന്റെ ഇപ്പൊ അടുത്ത ദിവസത്തെ കേസ് വന്നപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലെ റിയാക്ഷൻ വീഡിയോക്കാരൊക്കെ പെട്ടെന്ന് ഇങ്ങോട്ട് ഉണ്ണിമോഹന്തിനെതിരെ അലർട്ടായിട്ട് ഉണ്ണിമോഹൻ ചെയ്തിട്ടുണ്ടാവും, എന്താ ഉണ്ണി നീ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തവരൊക്കെ ഞാൻ കണ്ടു. ഒരു രാഷ്ട്രീയം വെച്ചിട്ട് അവരെ വിലയിരുത്തുന്ന ഒരു രീതിയുണ്ട്. കൃഷ്ണകുമാറിന്റെ വിഷയത്തിലും അതാണ് ഉണ്ടായത്. പെട്ടെന്ന് തന്നെ എല്ലാവരും എന്തോ ഒരു ചാകര കിട്ടിയ പോലെ ദിയെ മോശമാക്കിയിട്ട്, എന്നാലും അങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിട്ട് അറിയാതിരിക്കോ, ഈ 69 ലക്ഷം തട്ടിക്കൊണ്ടു പോകുന്നവരെ എന്ത് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഒരു സാധാരണ ഫാൻസി സ്റ്റോറിൽ 69 ലക്ഷത്തിന്റെ കച്ചവടം നടക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് വീഡിയോ കണ്ടു. ആദ്യം തന്നെ ഈ പെൺകുട്ടികൾ രംഗത്ത്, ഈ കേസ് വന്നു, ഈ പെൺകുട്ടികൾ രംഗത്ത് വന്നു. ഈ പെൺകുട്ടികൾ വളരെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് കുറേ ആരോപണങ്ങൾ ഉന്നയിച്ചു. എന്ന് വെച്ചാൽ അവർക്ക് വ്യക്തമായിട്ട് ആളുകൾ ഏത് ആരോപണം പറഞ്ഞാൽ തിരിയും, അവർക്ക് ദിയ കൃഷ്ണയ്ക്കെതിരെ, കൃഷ്ണകുമാറിന്റെ ഫാമിലിക്കെതിരെ തിരിയുന്നുള്ള പോയിന്റുകൾ വെച്ചിട്ടായിരുന്നു അവർ ആ പത്രക്കാരോട് പ്രതികരിച്ചത്. ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ജാതി പറഞ്ഞു എന്നുള്ളത്. ജാതി പറഞ്ഞു എന്ന് പറഞ്ഞാൽ അറിയാം, അവർ പണ്ട് കുഴി കുത്തി കഞ്ഞി കൊടുത്തു എന്നുള്ളൊരു കേസിൽ പെട്ടിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ ഒരുപാട് സോഷ്യൽ മീഡിയയുടെ ബുള്ളിങ് ഏറ്റിട്ടുള്ളതാണ്. അത് നമ്മളിപ്പോ പണ്ടത്തെ ഒരു കാലം നൊസ്റ്റാൾജിയ പോലെ പറയുന്നത്, നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങൾ, നമ്മൾ പാടത്ത് പണ്ട് പണിക്കാരുണ്ടായിരുന്ന കാലത്ത് എന്ന് പറഞ്ഞിട്ടൊരു കഥ പറയും. അത് അവരവരുടെ യൂട്യൂബ് ചാനലിൽ വെറുതെ ഒരു ടോക്കായിട്ട്, എന്ന് വെച്ചാൽ കൃഷ്ണകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും വെറുതെ പണ്ടത്തെ ഒരു കഥ പറയുന്ന കൂട്ടത്തിൽ, പണ്ട് ഞങ്ങളെ പറമ്പില് പണിക്കാര് വരുമ്പോ കഞ്ഞി കൊടുത്തിരുന്നപ്പോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞൊരു കഥ. അത് കേരളത്തിലെ സാമൂഹ്യ സാഹചര്യം അതായിരുന്നു അന്ന്, അല്ലാന്ന് പറയാൻ പറ്റുമോ? ആയിരുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ കൃഷ്ണകുമാറിന്റെ ചെറുപ്പകാലം ഈ വർഷമല്ലേ, 70കളിൽ അതുണ്ടായിരുന്നു, 80കളിൽ അതുണ്ടായിരുന്നു, 80കളിൽ അതുണ്ടായിരുന്നു. അത് പോലും മനസ്സിലാക്കാതെ വെറുതെ അവരെ ബ്ലെയിം ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ എല്ലാവർക്കും അറിയാം, ജാതി പറഞ്ഞിട്ട് അവരെ ആക്ഷേപിക്കാൻ സാധിക്കും. മുൻപ് അവർ അതേ ഒരു സിറ്റുവേഷനിൽ പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കുട്ടികൾ പറഞ്ഞ ഒരു പോയിന്റ് ജാതിയായിരുന്നു. ഞങ്ങളെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു, ഞങ്ങളെ മുക്കുവരാന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു, നിങ്ങൾക്ക് എന്തിനാ ഐഫോൺ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു, തറയില് ഫുഡ് കളയുന്നതിനെ കുറിച്ച് അപ്പൊ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവർ ആ ജാതി സ്പിരിറ്റ് ആളുകളിൽ ജാതി കാർഡ് ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തി. അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ കുട്ടികൾ ജോലിക്ക് ചേരുമ്പോഴേ ദിയയ്ക്ക് അറിയാം ഈ കുട്ടികളുടെ ജാതി എന്താണ്. ഈ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, 3 പേരും ഞങ്ങൾ അടുത്ത ബന്ധുക്കളാണ്, ഇതെന്റെ മാമിയാണ്, ഞാൻ മരുമകളാണ്, അങ്ങനെ എന്തൊക്കെയോ ബന്ധങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് കേസ് വന്ന സമയത്ത് ഇതിലൊരാൾ മുക്കുക വിഭാഗത്തിൽപ്പെട്ടതാണ്, ഒരാൾ ക്രിസ്ത്യനാണ്, അങ്ങനെ ആ കുട്ടികൾ പറയുന്നത് കേട്ടു. ദിയ തന്നെ അത്ഭുതപ്പെട്ടിട്ട് പറയുന്നത്, എനിക്കറിയില്ലായിരുന്നു ഇത് ഇങ്ങനെ ജാതിയാന്നൊന്നും, എന്നോട് പറഞ്ഞത് ഞങ്ങളെല്ലാം ബന്ധുക്കളാണെന്ന് പറഞ്ഞു. ജാതി നോക്കിയിട്ട് ജോലി കൊടുക്കണം വെച്ചാല് ഇവിടെ എന്താ ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട ജാതിപ്പെട്ട ആളുകൾ ഇല്ലാന്നൊന്നും ഇല്ലല്ലോ? ഉണ്ട്, ഇഷ്ടം പോലെ ആളുകളുണ്ട്. ദിയയ്ക്ക് അങ്ങനെ ജാതി നോക്കിയിട്ട് ജോലി കൊടുക്കാം. ജോലിക്ക് അപേക്ഷിക്കുമ്പോൾ പ്രത്യേകിച്ച് ജാതി പറയണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. പരിചയമുള്ള ഒരു സാധാരണ കടയിൽ നിൽക്കുന്ന സ്റ്റാഫുകളാണ്. അപ്പോൾ ദിയയ്ക്ക് പരിചയമുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ദിയയ്ക്ക് ഇഷ്ടപ്പെട്ട ജാതിയിൽ, ദിയയുടെ വീട്ടിൽ കുറെ ജാതികളുണ്ടല്ലോ, നായരുണ്ട്, ഈഴവരുണ്ട്, ബ്രാഹ്മണരുണ്ട്, അപ്പൊ ആ ജാതിയിലൊക്കെ പെട്ട ആളുകളെ സെലക്ട് ചെയ്ത് ദിയയ്ക്ക് നിർത്തായിരുന്നു. ദിയ അത് ചെയ്തില്ല. അപ്പൊ ദിയ ജാതി നോക്കുന്ന ആളാന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഇവര് പറയുന്നത് ദിയ ജാതിയുടെ വ്യത്യാസം കാണിച്ചു, ഞങ്ങളോട് ഫ്യൂഡൽ മനസ്ഥിതിയോടെ പെരുമാറി, ഞങ്ങൾ അടിമകളെ പോലെ കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കുന്നതിൽ വേർതിരിവ് കാണിച്ചു, ഞങ്ങളൊരു വറ്റ് കളഞ്ഞാൽ പോലും ഞങ്ങളെ വഴക്ക് പറഞ്ഞു. അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ദിയ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിലത്ത് ചോറും മീൻകറിയും ഒക്കെ വെതറി പോലെ ഇടും, എന്നിട്ട് അവരത് ക്ലീൻ ചെയ്യുക പോലും ഇല്ല. വരുന്നവർ അതിന്റെ മേലക്കൂടെ ചവിട്ടി നടന്നോട്ടെ എന്നുള്ള ഭാവത്തിൽ നിൽക്കും. അപ്പൊ ദിയ ഒരുപാട് തവണ അവരോട് പറഞ്ഞു, ഇങ്ങനെ നിലത്ത് ഫുഡ് ഇടരുത്, ആളുകൾ വന്ന് കാണുമ്പോൾ മോശമല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്നും മിണ്ടാതെ നിൽക്കും. അപ്പൊ ദിയ വന്നിട്ട് ദിയ തന്നെ ചൂലെടുത്ത് അത് അടിച്ചു വാരും, ദിയ തന്നെ അത് തുടച്ച് വൃത്തിയാക്കും. ദിയ ഇപ്പോൾ 8ാം മാസത്തിൽ ഗർഭിണിയായിട്ടിരിക്കുന്ന ഈ 8ാം മാസത്തിൽ പോലും ദിയ അവിടെ പോയി നിലം തുടച്ചു അവരുടെ മുന്നിൽ നിന്ന്. അവര് വേണ്ട ചേച്ചി ഞങ്ങൾ തുടച്ചോളാന്നോ അടിച്ചു വാരിക്കോളാന്നോ ജാതിപരമായിട്ടല്ല, ഒരു ഗർഭിണിയോട് എന്നുള്ള പരിഗണനയിൽ പോലും ചെയ്തിട്ടില്ല എന്ന് ദിയ പറയുന്നുണ്ട്. പിന്നെ അടുത്ത ആരോപണം എന്ന് വെച്ചാൽ ജാതിയുടെ
ഇതിൽ പറയുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ അവരെ മാറ്റി നിർത്തി. ദിയ എപ്പോഴും അത് കാണിച്ചു എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ദിയയുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷനും അവർ വലിയ വലിയ ഫംഗ്ഷനുകൾ നടത്താറുണ്ട്. അപ്പൊ ദിയയുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷനും ഇപ്പൊ അവസാനം നടന്ന വളകാപ്പില് വരെ ഈ കുട്ടികൾ അവിടെ ഉണ്ട്. എന്ന് വെച്ചാല് ഒരു ജാതിപരമായിട്ട് ആ കുട്ടികളെ അവർ മാറ്റി നിർത്തിയിട്ടില്ല. അപ്പോൾ ജാതി ഒരു രീതിയാണ്. ജാതിക്കാട് ഇറക്കി പറഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ സപ്പോർട്ട് ചെയ്യുന്നുള്ള ഒരു രീതി, അതൊരു ശരിയായ രീതിയേ അല്ല. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇവിടെ അങ്ങനത്തെ ഒരു വേർതിരിവ് കുറെ കാലമായിട്ട് ഇല്ലാതെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ആളുകൾ വന്നിട്ട് ഇപ്പോ അറിയാം, ഇപ്പൊ റാപ്പർ ഉണ്ട് വരുന്ന ഈ കേസുകളിലും ഒക്കെ ജാതി പറഞ്ഞു കഴിഞ്ഞാലുള്ള വിഷയം എന്താ വെച്ചാൽ ജാതി വീണ്ടും ഇവിടെ വരുന്ന പോലെയാണത്. നമ്മള് ജാതി പറയുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ ഇല്ലാത്തൊരു ജാതി വ്യത്യാസം വീണ്ടും കൊണ്ടുവരികയാണ് ഇവർ ചെയ്യുന്നത്. ഇനി ഇപ്പൊ നമ്മള് ഒരു കടയിൽ ഇപ്പൊ നമുക്കൊരു സ്ഥാപനം ഉണ്ട് വെച്ചാല് ഞാൻ അവിടെ ഒരു കുട്ടീനെ ജോലിക്ക് നിർത്തുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന ജാതിയിൽപ്പെട്ട ആളുകളെ വെക്കണ്ടാന്ന് ഞാൻ എൻ്റെ ഉള്ളിൽ ഭയപ്പെടും. കാരണം ഒരു വിഷയം വന്നു കഴിയുമ്പോൾ അവര് ദളിത് കാർഡ്, ജാതി കാർഡ് ഒക്കെയാണ് എടുത്തു കാണിക്കുന്നത്. ഞാൻ ഇന്ന ജാതി ആയതുകൊണ്ട് ഇന്ന ആക്ഷേപിച്ചു എന്ന് അവർ പറയും. അല്ലെങ്കിൽ നമ്മൾ പണം കട്ടുകൊണ്ട് പുറത്താക്കി, ഉയർന്ന ജാതി അവരുദ്ദേശിക്കുന്ന ആളുകൾ ആണ് നമ്മളെ കടയിൽ നിൽക്കുന്ന വെച്ചാൽ പണം കട്ടുകൊണ്ട് പുറത്താക്കി എന്ന് മാത്രമേ വിഷയമുള്ളൂ. ഇതിന്റെ കൂടെ ജാതി ഇന്നതായതുകൊണ്ട് അധിക്ഷേപിച്ചു എന്നും കൂടെ കേസ് വരുന്ന അവസ്ഥയാണ്. അപ്പൊ ജാതി അങ്ങനത്തെ ഒരു വിഷയം. പിന്നെ രണ്ടാമത്തെ അവർ പറഞ്ഞൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ അശ്വിൻ മോശമായിട്ട് പെരുമാറി. അശ്വിൻ രാത്രി വിളിച്ചിട്ട് ഹലോ എവിടെയാന്നൊക്കെ പൂവാലന്മാരെ പോലെ സംസാരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. അശ്വിൻ, ഞാൻ ദിയ കൃഷ്ണയുടെ ചാനലാണെങ്കിലും ദിയയുടെ അനിയത്തി ഇഷാനിയുടെ ചാനലാണെങ്കിലും അഹാനയുടെ ചാനലാണെങ്കിലും കൃഷ്ണകുമാറിന്റെ ചാനലാണെങ്കിലും സിന്ധു കൃഷ്ണയുടെ ചാനലാണെങ്കിലും അൻസികയുടെ ചാനലാണെങ്കിലും ഒക്കെ കാണുന്ന ആളാണ് ഞാൻ. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അശ്വിൻ അങ്ങനെ ഒരു മോശമായിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയേ അല്ല. അവര് മോശമായിട്ട് പെൺകുട്ടികളോട് പെരുമാറുന്നത്. അപ്പൊ ആ വീട്ടിൽ അത്രയും പെൺകുട്ടികളുള്ള ഒരു വീടാണത്. ആ പെൺകുട്ടികളോടൊക്കെ അശ്വിൻ അത്ര റെസ്പെക്റ്റ് ആയിട്ടാണ് പെരുമാറുന്നത് നമ്മൾ അതിൽ കാണുന്നതാണ്. അല്ലെങ്കിൽ വേണ്ട, ഇനി ഇവരുടെ ഫാമിലിന്റെ കാര്യം പറയണ്ട, അശ്വിന്റെ ഫാമിലി എത്ര നല്ലതാണ്, അശ്വിന്റെ അമ്മ എത്ര നന്നായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്, ആ അമ്മ എങ്ങനെയായിരിക്കും ആ മകനെ വളർത്തിയിരിക്കുക നമുക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. ഇതൊന്നും അറിയാതെ പെട്ടെന്നൊരു ദിവസം ദിയാകൃഷ്ണന്റെ കേസ് കണ്ടു. ദിയാകൃഷ്ണന്റെ അച്ഛൻ കൃഷ്ണകുമാറാണ്. എന്നാ ചാണകാണ് പറഞ്ഞങ്ങ് വിമർശിക്കാം എന്നുള്ള ഭാവത്തിലാണ് പലരും ഈ കേസിനെ കണ്ടത്. അതേപോലെ അടുത്ത പറഞ്ഞ ആരോപണം എന്ന് പറഞ്ഞാൽ കൃഷ്ണകുമാർ അവരോട് മോശമായിട്ട് പെരുമാറി, അവരുടെ വസ്ത്രം പിടിച്ചു വലിച്ചു, ലൈംഗിക ചുവയോടെ സംസാരിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞു. സത്യത്തിൽ നമ്മൾ ഭയപ്പെട്ടു പോവുക. എങ്ങനെ നമ്മളൊരു പെൺകുട്ടികളെ ജോലിക്ക് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ഒരാൾക്ക് ജോലി കൊടുക്കുക, അവരൊരു ഹെൽപ്പ് ചെയ്യുക ചെയ്തു കഴിയും. അവർക്ക് എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ അവർ ഇതുപോലത്തെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതൊക്കെ എത്ര പഴയ ആരോപണമാണ്. ഒരു കേസ് വന്നു കഴിയുമ്പോൾ ഉടനെ പീഡന പരാതി കൊടുക്കുന്ന പോലത്തെ വൃത്തികെട്ട ആരോപണമായി പോയി അത്. അപ്പൊ തന്നെ നമുക്ക് ഈ പെൺകുട്ടികൾ വെറും ഫേക്കാന്ന് മനസ്സിലാക്കാം. എന്നിട്ട് പോലും ആളുകൾ ആ പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത്, ഞാൻ പല പ്രൊഫൈലിലും ഇപ്പൊ നമ്മള് പ്രശസ്തയായ ബിന്ദു അമ്മിണിന്റെ പ്രൊഫൈലിൽ ഞാൻ കണ്ടു ജാതീയപരമായ അതിക്ഷേപം. ദിയയുടെ കാര്യമൊന്നുമല്ല നമ്മൾ എടുക്കേണ്ടത്, പണം പോയ കാര്യമൊന്നുമല്ല നമ്മൾ എടുക്കേണ്ടത്, അവർ ജാതി അധിക്ഷേപം നടത്തിയതാണ് എടുക്കേണ്ടത്, അവർ മോശമായിട്ട് പെരുമാറിയതാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വെറുതെ എന്താ പറയാ അന്ധമായിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. എന്തോ ഒരു പ്രത്യേക താല്പര്യത്തിന്റെ പേരിൽ അന്ധമായ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇനി ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഇവർ ഈ കേസ് വന്നു കഴിഞ്ഞു, ഇവർ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു, ഈ പെൺകുട്ടികൾ തന്നെ തെളിവ് പുറത്തുവിട്ടു. പിന്നെ അവര് ദിയയായിട്ട് സംസാരിക്കുന്നത്, അവരാ തെളിവ് എന്തിനാ പുറത്തുവിട്ടേച്ചാൽ ദിയ അവരോട് വളരെ മോശമായി ഭീഷണിപ്പെടുത്തി, കൊല്ലുന്നി ഭീഷണിപ്പെടുത്തി, കയ്യും കാലും വെട്ടി പട്ടിക്കിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ ജീവിതം തൊലച്ചു കളഞ്ഞു എന്ന് പറഞ്ഞു എന്നൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവരാ വീഡിയോ പുറത്തുവിട്ടത്. പക്ഷെ ആ വീഡിയോ പൂർണ്ണമായിട്ടും ആ പെൺകുട്ടികൾക്ക് എതിരായി. കാരണം അതിൽ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ചേച്ചി പറ്റിപ്പോയി ചേച്ചി എന്ന് പറയുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ ദിയാകൃഷ്ണയാണെങ്കിൽ നല്ല തെറിയാണ് വിളിക്കുന്നത്. പക്ഷെ ഒരാളും ആ തെറിക്ക് എന്താ ഇങ്ങനെ പറയുന്നതെന്ന് ഒരു കമന്റ് പറയുന്നത് ഞാൻ കേട്ടില്ല. എല്ലാവരും പിന്നെ ഞങ്ങളെ സ്ഥാപനത്തിലായിരുന്നു ഇത് നടന്നത്, അല്ലെങ്കിൽ ഞങ്ങളോടായിരുന്നു നിങ്ങളെ ഇങ്ങനെ ചെയ്തു വെച്ചാൽ ഞാൻ അവിടെ പോയിട്ട് ദിയ ഈ പറഞ്ഞ കാര്യങ്ങൾ ആ പെൺകുട്ടികളെ കയ്യും കാലും വെട്ടി പട്ടിക്കിട്ട് കൊടുത്തിരുന്നു എന്ന് കമന്റ് ഇട്ടവരെ ഞാൻ കണ്ടു. ദിയക്ക് ആ തെറിവിളിയിൽ അത്രയും കയ്യടിയാണ് കിട്ടിയത്. നമുക്ക് അത്രയും ഒരു പണം പോയെന്ന് മാത്രമല്ല, ആ ഒരു തെറിവിളിയിൽ ഞാൻ ആ പണം പോയതിന്റെ വിഷമല്ല കണ്ടത്. ആ ഒരു വിശ്വാസം, നമ്മൾ അത്രയും വിശ്വസിച്ച ആള് നമ്മളെ പറ്റിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസത്തിന്റെ ഒരു നഷ്ടമുണ്ടല്ലോ, ആ വിശ്വാസം നഷ്ടപ്പെട്ടു പോയൊരു വിഷമമുണ്ടല്ലോ, അതായിരുന്നു നമ്മൾ ആ ദിയയുടെ വാക്കുകളിൽ കണ്ടത്. ആ ഒരു വീഡിയോ വന്നതോടുകൂടി ആളുകൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ദിയ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല, അല്ല ദിയയുടെ ഭാഗത്തല്ല തെറ്റി, പെൺകുട്ടികളുടെ ഭാഗത്താണ് തെറ്റിയെന്ന് ആളുകൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. അതേപോലെ അവര് പറയുന്നു ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി, പരിചയമില്ലാത്ത കാറിൽ പിടിച്ചു കയറ്റിക്കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകലല്ലേ എന്ന് പറയുന്നുണ്ട്. അവർ ആ സ്ഥാപനത്തിൽ നിന്ന് എല്ലാം അവരോട് സമ്മതിക്കുന്നുണ്ട്, ഞങ്ങൾ പൈസ എടുത്തു. ആ വീഡിയോസ് ഒന്നും രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്തതല്ല, നമുക്ക് കണ്ടറിയാം, നല്ല പരസ്യമായിട്ട് വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോസ് ആണ്
നമുക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പൊ ഇങ്ങനത്തെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുമ്പോൾ ആ പെൺകുട്ടികളെ ഓർക്കണം, നേരത്തെ വീഡിയോ എടുത്ത് ഈ തെളിവൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ആ പെൺകുട്ടികളെ ഓർക്കേണ്ടതാണ്. എന്നിട്ട് അവർ അതുപോലും ഓർക്കാത്ത മണ്ടത്തരം ചെയ്തു കൂട്ടി. എന്നിട്ട് അവർ പറയുന്നു ഞങ്ങളെ 3 കാറുകളിലായിട്ട് തട്ടിക്കൊണ്ടുപോയി. ഓക്കെ, ഒരാൾ ഒരു കാറ് കയറ്റി, ഒരാൾ വേറെ കാറ് കയറ്റി, ഒരാൾ വേറെ കാറ് കയറ്റി. എന്നിട്ട് ഇവരിൽ 2 പേര് 2 ഭർത്താക്കന്മാര് ബൈക്കിൽ സ്വയം തട്ടിക്കൊണ്ട് പോകപ്പെട്ടു. ഈ കാറിന്റെ പിന്നാലെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോകപ്പെട്ടു. അപ്പൊ അവർക്ക് പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞൂടെ ഞങ്ങളെ ഭാര്യമാരെ തട്ടിക്കൊണ്ട് പോകുന്നുണ്ട്, ഇവിടെ എന്താ നിയമമൊന്നുമില്ലേ? തട്ടിക്കൊണ്ട് പോകുന്നത് വലിയ ക്രിമിനൽസ് ഒന്നല്ലോ, ഈ രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ തന്നെയല്ലേ തട്ടിക്കൊണ്ട് പോകുന്നത്. ഇവർക്ക് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയായിരുന്നില്ലേ ഞങ്ങളെ ഭാര്യമാരെ തട്ടിക്കൊണ്ട് പോകുന്നു? അപ്പൊ അവര് വിചാരിച്ചു അത്രേ ഭാര്യമാരെ ഉപദ്രവിക്കുന്നു വിചാരിച്ചു എന്ന്. വളരെ പാവമായിട്ട് പറയാ. അവര് എന്തുമാത്രം വലിയ ഫ്രോഡാ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇത്രയും വലിയ പണം പറ്റിച്ചെടുത്തു. എന്നാൽ അവര് ബുദ്ധിപരമായിട്ടല്ല അതൊന്നും ചെയ്തിട്ടുള്ളത്. അവര് വളരെ കൂളായിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വാങ്ങി ആ അക്കൗണ്ടിൽ നിന്ന് വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അത് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്താൽ പോലും അവർക്കത് ഈസി ആയിട്ട് പോലീസിന് തെളിയിക്കാവുന്ന കേസാണ്. അത്രയും വലിയ മണ്ടത്തരാണ് ആ കുട്ടികൾ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ പെൺകുട്ടികൾ ചെയ്തു വെച്ച കാര്യം എന്ന് പറഞ്ഞാൽ അതിലൊരാൾ കാറ് വാങ്ങി, മറ്റൊരാൾ വീട് വെച്ചു. ഈ വീട് വെച്ചിട്ട് ദിയെ ഇവരെ ഒരു പാലുകാച്ചിന് ഹൗസ് വാമിങ്ങിന് പോലും ക്ഷണിച്ചില്ല. എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് ദിയന്റെ കാശ് പറ്റിച്ചോണ്ട് പോയിട്ടാണ് വീട് വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ രഹസ്യമായിട്ട് ആ പാലുകാച്ച് നടത്തി. ഇതിലൊരു കുട്ടിയുടെ ബ്രദറിനെ UK പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടു. എന്ന് വെച്ചാൽ ഈ ദിയയുടെ പണം കട്ടിട്ടെ വേറൊരാളുടെ കയ്യിലിരിക്കുന്ന പണം കട്ടിട്ട് അനിയനെ പഠിപ്പിക്കാം, സഹോദരനെ പഠിപ്പിക്കാം എന്ന് വിചാരിക്കുന്ന പോലത്തെ മണ്ടത്തരം വേറെ ഉണ്ടോ? എത്ര കാലം കക്കാൻ പറ്റുന്ന ഉറപ്പുണ്ടോ? ഇപ്പൊ ഇവർ ഇത്രയും കാശ് മുടക്കിയിട്ട് UK വിട്ട മോന് ഇനി അവിടെ എന്തെങ്കിലും സാമ്പത്തിക ആവശ്യം വന്നാൽ ഇവിടുന്ന് പറ്റിച്ചു കൊടുത്തിട്ട് വേണം. ഇവിടുന്ന് പറ്റിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇനി ആ കുട്ടിക്ക് തുടർന്ന് പഠിക്കാൻ പറ്റും. അപ്പൊ എന്തുമാത്രം മണ്ടത്തരങ്ങളാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത് നോക്കും. ഇനി ഈ മണ്ടത്തരങ്ങളൊക്കെ ചെയ്തു വെച്ച ഇവര് വളരെ പാവമായിട്ട് ഞങ്ങൾക്ക് പറ്റിപ്പോയി ചേച്ചി എന്ന് എല്ലാരോടും സമ്മതിച്ച ഇവര് ഈ കാശ് തിരിച്ചു തരാൻ ചേച്ചി എന്ന് പറഞ്ഞിട്ട് അതൊന്ന് കുറച്ച് തുക ഒരു 9 ലക്ഷം രൂപ അവർ തിരിച്ചു കൊടുത്തിട്ട്, എന്നുവെച്ചാൽ മുഴുവൻ അവർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവര് വീട് വെച്ചു, കാറ് വാങ്ങി, കാശൊക്കെ ഒരുവിധം ചെലവാക്കിയിട്ടുണ്ട്. അപ്പോൾ അവര് ഗോൾഡൊക്കെ പണയം വെച്ചിട്ട് 9 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തിട്ട് ബാക്കിയും തിരിച്ചു തരാമെന്ന് സെറ്റിൽ ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഇത്രയും തുക നഷ്ടപ്പെട്ടിട്ടും അവരൊരു കേസ് പോലും കൊടുക്കാതെ ഈ പാവം പെൺകുട്ടികളല്ലേ അവരുടെ ജീവിതം നശിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു നല്ലതിൽ ചെയ്തു കൊടുത്തിട്ട് അവര് പിറ്റേ ദിവസം പോയിട്ട് ഇവർക്കെതിരെ കേസ് കൊടുക്കുകയാണ്. ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി, ഞങ്ങളെ കാശ് ഞങ്ങളുടെ അടുത്ത് നിന്ന് പിടിച്ചു പറിച്ച് വാങ്ങി, ഞങ്ങളെ പൂവാലന്മാരെ പോലെ പീഡിപ്പിച്ചു, മോശമായി സംസാരിച്ചു, ഞങ്ങളോട് ജാതീയ അധിക്ഷേപം കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയൊരു കേസ് കൊടുക്കുകയാണ്. ഇത് സത്യത്തിൽ ഇത്രയും ബുദ്ധിയില്ലായ്മ ചെയ്തു വെച്ചവരുടെ ബുദ്ധിയാണെന്ന് നമുക്ക് തോന്നും. ഒരിക്കലും ഇല്ല. അതിന്റെ പുറകിലൊക്കെ രാഷ്ട്രീയപരമായിട്ട് ഉള്ള ആരൊക്കെയോ ഉണ്ടെന്ന് നമുക്ക് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു കേസായി പോയി ഇത്. എന്നിട്ട് ഈ കുട്ടികള് പിന്നെ ദിയ തന്നെ പറയുന്നുണ്ട്, ഞാന് വയറും വെച്ച് നിലം തുടയ്ക്കുമ്പോൾ ആ കുട്ടികള് വളരെ മിണ്ടാതെ ഇങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കും. നമ്മളൊരു വയ്യാത്ത ഗർഭിണി നിലം തുടയ്ക്കുന്ന കാണുമ്പോൾ അയ്യോ തുടയ്ക്കണ്ട കേട്ടോ ഞാൻ തുടച്ചു തരാന്ന് പറയില്ലേ? അപ്പൊ ദിയ പറയാ അവര് വലിയ മാസം മാസം ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളല്ലേ, അപ്പൊ അവർക്ക് തുടയ്ക്കാൻ തോന്നുന്നുണ്ടാവില്ല എന്ന്. ശരിയാണ്, അവര് ദിയനെ പറ്റിച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് വീടും കാറും വാങ്ങുമ്പോൾ അവര് നിലം തുടയ്ക്കേണ്ട കാര്യം എന്താണ്? എന്നിട്ട് അവര് മാസം മാസം ദിയയുടെ കയ്യിൽ നിന്ന് ശമ്പളം വാങ്ങിക്കൊണ്ടിരുന്നു. അപ്പോൾ ദിയ ചെറിയ ശമ്പളമല്ലേ കൊടുക്കുന്നത്, അപ്പൊ അവർക്ക് തികയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോ പുതിയ കച്ചവടം നടക്കുമ്പോൾ ഇൻസെന്റീവ് അത് ഇത് പാക്കിങ് കൂടുതൽ ചെയ്യുമ്പോൾ കുറച്ച് കാശ്, അങ്ങനെ കൂടുതൽ കാശ് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പാവങ്ങളല്ലേ എന്ന് കരുതിയിട്ട്. അപ്പൊ ഈ കുട്ടികൾ അവിടെ ജോലിക്ക് വരുമ്പോൾ ദിയയോട് പറയുന്നത് ഞങ്ങൾക്ക് കാശിന് ഒരുപാട് ആവശ്യമുണ്ട് ചേച്ചി. അപ്പൊ ദിയ പറഞ്ഞു എനിക്ക് അങ്ങനെ വളരെ കാശൊന്നും തരാൻ പറ്റില്ല, ഒരു 8,000 രൂപ 10,000 രൂപയ്ക്ക് സാലറി തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ തുടക്കകാലത്ത് ആയിരുന്നല്ലോ. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞു അത് മതി ചേച്ചി ഞങ്ങൾക്ക് അതുകൊണ്ടെങ്കിലും ജീവിക്കാലോ എന്ന് പറഞ്ഞ കുട്ടികൾ പിന്നീട് വളരെ മാറിപ്പോയി. ലക്ഷങ്ങൾ ദിയനെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കുട്ടികളൊക്കെ ആലോചിച്ചറിഞ്ഞൂടെ ഇതൊക്കെ തെളിവായിട്ട് അക്കൗണ്ടിൽ കിടക്കുകയെന്ന്? ഇത്രയും വലിയൊരു ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇവർക്ക് എവിടുന്ന് ധൈര്യം കിട്ടി? എന്തായാലും അത് കഴിഞ്ഞു പോയി. ഈ കേസ് പോലീസ് അന്വേഷിച്ചു. കൃത്യം ദിയയും കൃഷ്ണകുമാറും ഒക്കെ പറയുന്നത് 69 ലക്ഷം രൂപ പറ്റിച്ചു എന്ന് പറയുമ്പോൾ വെടുത്ത പല ആളുകളും പല റിയാക്ഷൻ വീഡിയോക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് 69 ലക്ഷം രൂപയൊക്കെ ഒരു സ്ഥാപനത്തിന് പറ്റിക്കാൻ. അത്രയും വലിയ സ്ഥാപനമാണോ അത്? ഒരു ഫാൻസി സ്റ്റോർ അല്ലേ? പിന്നെ അല്ലെങ്കിൽ അത്രയും കാശ് പറ്റിച്ച പറഞ്ഞില്ലേ? ഇങ്ങനത്തെയൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഞാൻ കണ്ടു. പിന്നെ ഇപ്പൊ പോലീസ് ഇവരെ സ്റ്റേറ്റ്മെന്റ് എടുത്തപ്പോൾ വ്യക്തമായി തെളിവ് വന്നിട്ടുണ്ട് 66 ലക്ഷം രൂപ വരെ ഇവരുടെ അക്കൗണ്ടിലൂടെ പോയിട്ടുണ്ടെന്ന്. ഇത് അക്കൗണ്ടിലൂടെ പോയ ക്യാഷ് മാത്രമാണ്. ഇവരുടെ കടയിൽ വന്നിട്ട് ക്യാഷ്
ക്യാഷായിട്ട് കൊടുത്ത എത്രയോ കാശ് വേറെ ഉണ്ടായിരിക്കും. ദിയ തന്നെ പറയുന്നുണ്ട് ഇത് 1 കോടിയിലും മേലെ എൻ്റെ അടുത്ത് നിന്ന് പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പറയുന്നത്. പിന്നെ ഇത് നടക്കുമോ നടക്കില്ലേ എന്നൊക്കെ പറയുന്നത്, ഇത്രയും കാശ് പോയത് അറിഞ്ഞില്ലേ എന്നൊക്കെ പറയണേ ഞാൻ കേട്ടു. നല്ല കച്ചവടം നടക്കുന്ന സ്ഥാപനമായിരിക്കും അത്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുറച്ച് കാശൊക്കെ ദിയയുടെ അക്കൗണ്ടിൽ ചെന്നപ്പോൾ ദിയ അത്രേ നടക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ദിയ കഴിഞ്ഞ 1 വർഷമായിട്ട് ദിയയുടെ കല്യാണത്തിന് തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദിയ ഗർഭിണിയായി. ഇപ്പൊ ദിയ 8 മാസം ഗർഭിണിയാണ്. ഈ ഗർഭിണിയായ കാലഘട്ടത്തിലാണ് ഇവർ ഈ തട്ടിപ്പ് മുഴുവൻ നടത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ദിയയ്ക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസ്, പ്രസവത്തിന്റെ കുറെ ക്ഷീണവും പ്രശ്നങ്ങളും ഉള്ള സമയത്ത് ദിയയ്ക്ക് ഈ ബിസിനസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റാത്ത സമയത്ത് അത്രയൊരു അവസ്ഥ മുതലാക്കിയിട്ട് ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്തിയവരെയൊക്കെ എങ്ങനെ വിശ്വസിക്കാനാണ്? ഇവർ പറയുന്നത് എന്തിനാണ് വിശ്വസിക്കുന്നത്? പിന്നെ ടാക്സ് വെട്ടിപ്പിന്റെ കാര്യം പറയുന്നു. ടാക്സ് വെട്ടിപ്പ് എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു കേസ് പുറത്തു പറയാനുള്ള ധൈര്യം ഈ ദിയ കാണിക്കുന്നുണ്ടെങ്കിൽ ദിയ കൃത്യമായിട്ട് ടാക്സ് അടയ്ക്കുന്ന ആളായിരിക്കും. ആർക്കാണ് ആലോചിച്ചറിയായിക? അല്ലെങ്കിൽ തന്നെ യൂട്യൂബേഴ്സ് എല്ലാം ടാക്സ് അടയ്ക്കുന്ന ആളുകൾ തന്നെയായിരിക്കും. കാരണം നേരത്തെ നമുക്കറിയാം, പെട്ടെന്നാണ് ഈ യൂട്യൂബിലൂടെ വരുമാനം ആളുകൾ നേടി തുടങ്ങിയത്. അങ്ങനെ കുറച്ചു കാലം പോയി. ആ സമയത്ത് യൂട്യൂബേഴ്സിന്റെ വീട്ടിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഒരു റെയ്ഡൊക്കെ നടന്ന സംഭവം ഉണ്ടായി അല്ലേ? അപ്പൊ ആ സമയത്തൊക്കെ എല്ലാവരും ഈ ടാക്സിന്റെ പേപ്പറൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ കുട്ടികളാണ് ഈ ടാക്സിന്റെ കാര്യത്തിൽ വിഡ്ഢിത്തരം ചെയ്തിട്ടുള്ളത്. ഇവരുടെ അക്കൗണ്ടിൽ ഇത്രയും വലിയ തുക ചെല്ലുമ്പോൾ ഇവരാലോചിക്കണ്ടേ, ഞങ്ങൾക്ക് ഇതിന് ഓഡിറ്റ് വരും, എങ്ങനെ ഈ തുക വന്നു എന്ന് ചോദിക്കും, ഇതിന് ഞങ്ങൾ ടാക്സ് അടയ്ക്കേണ്ടി വരും. ഇതൊന്നും ഇത്രയും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായില്ല. ഇത്രയും വലിയ തട്ടിപ്പ് നടത്തും മനസ്സിലായില്ല. ഇവർക്ക് രണ്ടുപേർക്കും 2 ഭർത്താക്കന്മാരുണ്ടല്ലോ. ഭയങ്കര ഇതിലൊരാളുടെ ഭർത്താവ് ഗൾഫിൽ 1 ലക്ഷവും 1.5 ലക്ഷവും ചില മാസം 2 ലക്ഷം വരെ പോകുന്ന വരുമാനമുള്ള ആളാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടി പറയുന്നത് ഈ കാശ് മുഴുവൻ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് അയച്ചതാ. ചില മാസം 1 ലക്ഷം ആയിരിക്കും, ചില മാസം 1.5 ലക്ഷം ആയിരിക്കും, ചില മാസം 2 ലക്ഷം വരെ പോകുന്നാണ് പറയുന്നത്. അപ്പൊ ഈ 2 ലക്ഷം വരെ പോകുമ്പോ സത്യത്തിൽ ഇയാൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളി ഉണ്ടല്ലോ, അയാളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അയാൾക്ക് ചില മാസം അവിടെ നിന്ന് 1 ലക്ഷം അടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ട്, ചില മാസം 1.5 ലക്ഷം അടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ട്, ചില മാസം 2 ലക്ഷം വരെ അടിച്ചു മാറ്റാൻ പറ്റുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത്രയും ബുദ്ധിയുള്ള അത്രയും വിവരമുള്ള ആള് പറഞ്ഞു കൊടുത്തില്ലേ ഈ അക്കൗണ്ടിൽ വരുന്ന കാശിന് ടാക്സ് അടയ്ക്കേണ്ടി വരുന്ന ഈ കുട്ടികളോട് പറഞ്ഞു കൊടുത്തില്ലേ? അപ്പൊ വെറും മണ്ടത്തരായിരുന്നു ഈ കേസ് എന്ന് ഫസ്റ്റ് ഡേ ഈ കേസ് കേട്ടപ്പോഴേ വിവരമുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മനസ്സിലാവാതെ ചില ആളുകൾ എനിക്കിത് മനസ്സിലായില്ല, ഇങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞവരെ ഞാൻ കേട്ടിട്ടുണ്ട്. അത്ര ഒരു വിഡിത്തായിട്ടേ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയം വെച്ചിട്ട്, അവരുടെ രാഷ്ട്രീയ ചിന്ത വെച്ചിട്ടുള്ള ഒരു നിലപാടായിട്ടേ വെക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ കേസ് ഇപ്പൊ പൂർണ്ണമായിട്ടും തെളിഞ്ഞു കിടക്കുകയാണ്. ഇനിയും ഇതിപ്പോ അങ്ങനെ സംഭവിക്കുമോ, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുമോ, അങ്ങനെയൊന്നും ചിന്തിക്കുന്നതിൽ ഒരു കാര്യമില്ല. സത്യത്തിൽ ദിയയുടെ ഭാഗത്ത് തന്നെയാണ് ഇതിലെല്ലാം ശരികളും ഉള്ളത്. ഇപ്പൊ ആ 3 കുട്ടികൾ ഒളിവിലാണ്. എന്ന് വെച്ചാല് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ട് ഒളിവിലാണ്. നമ്മളെ കേരള പോലീസിന് നല്ല കഴിവുണ്ട്. അവർക്ക് ഏത് കേസ് വേണമെങ്കിലും തെളിയിക്കാനുള്ള കഴിവുണ്ട്, ഒറ്റ സെക്കൻഡിൽ തെളിയിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ ചില കേസുകൾ തെളിയാതെ പോകുന്നതിന് മുന്നിലും, അതേപോലെ ചില കേസ് പെട്ടെന്ന് തെളിയുന്നതിന് മുൻപിലും, ചില കേസിൽ വെറുതെ അറസ്റ്റ് നടക്കുന്നതിന് മുന്നിലും ഒക്കെ ചില പ്രത്യേക താല്പര്യങ്ങളാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ 3 പെൺകുട്ടികൾ സാധാരണ പെൺകുട്ടികളാണ്, സാധാരണ ഒരു കടയിൽ സെയിൽസ് ഗേൾസ് ആയിട്ട് നിൽക്കുന്ന പെൺകുട്ടികളാണ്. അവർക്കിപ്പോ എന്തുമാത്രം സ്വാധീനം ഉണ്ടാവും നമുക്ക് ആലോചിച്ചറിയാം. വലിയ സ്വാധീനമൊന്നും കാണില്ല. ഇപ്പൊ കുറച്ച് കാശ് പറ്റിച്ച് ഒരു 19 ലക്ഷം രൂപ അവരെ കയ്യിലെത്തി എന്നുള്ളത് വലിയ തുകയൊന്നുമല്ല. ഈ 69 ലക്ഷം എന്ന് പറയുന്നത് 3 ആള് വീതിച്ചെടുത്ത അത് വലിയ തുകയല്ല. അപ്പൊ ഇത്രയും കുറഞ്ഞ കാശിന് അവർക്ക് അത്രയും വലിയ സ്വാധീനം ഉണ്ടാവുമെന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അവരെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് പിന്നിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആരുടെയോ കൈകളുണ്ടെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. എന്തായാലും അവരുടെ അറസ്റ്റ് നടക്കുന്നില്ല. അവർ നാളെ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിക്കുന്നാണ് പറയുന്നത്. എന്തായാലും ഈ കേസ് ഒരുവിധം തെളിഞ്ഞ പോലെയാണ്. കാരണം ദിയൊക്കെ അത്ര ആത്മവിശ്വാസത്തോടുകൂടെ, കൃഷ്ണകുമാറൊക്കെ അത്ര ആത്മവിശ്വാസത്തോടുകൂടെ മീഡിയയെ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ പെൺകുട്ടികളെ എവിടെ? ആദ്യത്തെ ദിവസം ഭയങ്കര ആത്മവിശ്വാസത്തോടുള്ള കള്ളങ്ങളൊക്കെ പറഞ്ഞ പെൺകുട്ടികളെ നമ്മൾ കാണുന്നില്ല. അപ്പൊ ഈ കേസിനെ കുറിച്ച് നമ്മളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത് ദിയയ്ക്ക് അനുകൂലമായിട്ടേ വരുള്ളൂ എന്ന് നമുക്ക് ഉറപ്പാണ്. എന്തായാലും സത്യം എപ്പോഴും ജയിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നന്ദി.